CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിലെ ആൽമരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട BJP പ്രവർത്തകരും പൊതുമരാമത്ത് അധികൃതരും തമ്മിൽ തർക്കവും സംഘർഷവും. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി 5 പേരെ കസ്റ്റഡിയിലെടുത്തു. നവംബർ 14 ശിശുദിനം. കുട്ടികൾ ഏറെ ഇഷ്ടത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികളുടെ ദിനത്തിൽ CCTVയിൽ ശിശുദിന വാർത്തകൾ അവതരിപ്പിച്ച് വിവിധ വായനാ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികൾ. കുന്നംകുളം വടുതല വട്ടംപാടത്ത് വീടിനു മുൻപിൽ നിർത്തിയിട്ട ബൈക്ക് അഗ്നിക്കിരയായ സംഭവത്തിൽ വഴിത്തിരിവ്. അജ്ഞാതൻ വീടിന്റെ മതിൽ ചാടിക്കടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ തുടക്കമായി. വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയ ഒരുമനയൂരിലെ കുടുംബങ്ങളെ BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫ്, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവർ സന്ദർശിച്ചു. എരുമപ്പെട്ടി മുണ്ടൻകോട് വൃദ്ധ സഹോദരിമാർ താമസിക്കുന്ന വീട് തകർന്നു വീണു. പഞ്ചായത്തിലെ 5ാം വാർഡിൽ കാരപ്പറമ്പിൽ 76 വയസ്സുള്ള കാളിക്കുട്ടി, സഹോദരി 60 വയസ്സുള്ള വത്സല എന്നിവർ താമസിക്കുന്ന ഓടിട്ട വീടാണ് തകർന്നത്. കടപ്പുറം പഞ്ചായത്ത് അഴിമുഖം 9ാം വാർഡിൽ പകർച്ചവ്യാധിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. കുന്നംകുളം സെന്റ് തോമസ് ഓർത്തഡോക്സ് കിഴക്കേ പുത്തൻപള്ളിയിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് ഒന്നാമൻ മലങ്കര മെത്രാപ്പോലിത്തയുടെ 208ാം ഓർമ്മ പെരുന്നാളിന്റെ കൊടിയേറ്റം നടന്നു. നവംബർ 24, 25 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അന്നം കൊടുക്കുന്ന പാചകത്തൊഴിലാളികളുടെ തുച്ഛമായ വേതനത്തിനും സർക്കാർ കടം പറയുന്നു. 2 മാസമായി ഇവർക്ക് വേതനം ലഭിച്ചിട്ടില്ല. പെഞ്ഞാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളിപ്പെരുന്നാൾ ആഘോഷിച്ചു. ചുമട്ടുതൊഴിലാളി മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് INTUC കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പഴഞ്ഞി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി BJPക്ക് ഭരണസമിതിയിൽ പ്രാതിനിധ്യം. 5 സീറ്റുകളിൽ മത്സരിച്ച BJP 2 സീറ്റിൽ വിജയിച്ചു. വേലൂർ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വാരാഘോഷം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഹെഡ് ഓഫീസിൽ സഹകരണ പതാക ഉയർത്തി. മുണ്ടത്തിക്കോട് നിവാസികൾക്ക് ഇനി ഉത്സവ നാളുകൾ. വൃശ്ചികം 1-ന് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ കോമരം വാസുദേവന്റെ 56ാമത് കലശാഭിഷേകവും നിർമ്മാണ പ്രവർത്തനത്തിനായി ഗണപതിയെ ബാലാലയത്തിലേക്ക് മാറ്റലും നടക്കും. 71ാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ പതാകാ ദിനം ആചരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം YWCAയുടെ ആഭിമുഖ്യത്തിൽ അഖിലലോക പ്രാർത്ഥനാ വാരാചരണം. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.